നിങ്ങളിൽ എത്ര പേർക്ക് ഭാഗ്യവാന്മാരായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്? ഒന്നാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനം ധ്യാനിക്കുന്നവനെ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, അവൻ ഭാഗ്യവാനാണ്. ദൈവവചനം ധ്യാനിക്കുന്നവനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവന്റെ ജീവിതം എങ്ങനാകുമെന്ന സങ്കീർത്തന പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. കണ്ടോ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം ഉരുവിടുകയും ചെയ്യുന്നവന്റെ ലൈഫ് എങ്ങനെയാണെന്ന് പരിശുദ്ധാത്മാവ് ഒരു ചിത്രം വരച്ച് കാണിച്ചിരിക്കുക. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷത്തെ നിങ്ങൾ കണ്ടോ, അതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിതം. മുരടിച്ച വൃക്ഷം പോലെയല്ല, വാടിയ വൃക്ഷം പോലെയല്ല, ആർത്തു തഴച്ച് കിളിർത്തു പൊങ്ങുന്ന ഒരു വൃക്ഷം പോലെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന്റെ ലൈഫ് ആകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ പരാജയമില്ല. ഞാൻ നിങ്ങളോട് ഈ വചന വെളിപ്പാടിനൊരു ചോദ്യം ചോദിക്കട്ടെ. പരാജയമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കഴിവും പരാജയപ്പെടുന്ന സ്ഥലത്ത് തിരുവചനം പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാ. അവൻ പച്ചിപ്പ് നഷ്ടപ്പെടാത്തൊരു വൃക്ഷം പോലെ ദേശത്ത് തലപൊക്കി നിൽക്കും. യോസഫിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുക, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ കൊമ്പ് മതിലുകളുടെ മീതെ പടർന്നു. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ പച്ചിപ്പ് നഷ്ടപ്പെടാത്തൊരു വൃക്ഷം പോലെ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ദൈവവചനം രാപ്പകൽ ധ്യാനിച്ചാൽ മതി. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീക ദൂത്, നീ ചെയ്യുന്നതൊക്കെയും ദൈവം സാധിപ്പിച്ചു തരും. ഇന്നലകളിൽ നീ തൊട്ടടുത്ത് വന്ന പരാജയം, ഇന്നലകളിൽ നീ ചെയ്ത ബിസിനസ്സിൽ വന്ന പരാജയം, ഇന്നലകളിൽ നിന്റെ കുടുംബജീവിതത്തിൽ വന്ന പരാജയം, നിലത്ത് വീണ വെള്ളം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുക്കുന്ന പോലെ ദൈവം ഒപ്പിയെടുത്ത് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ യേശു ആഗ്രഹിക്കുക. നമുക്ക് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് പച്ചിച്ച വൃക്ഷം പോലെ തലപൊക്കി നിൽക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു പച്ചയായ വൃക്ഷം പോലെ നിങ്ങളുടെ ജീവിതം പച്ചിച്ചു നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.